ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ പിടിച്ചു വെച്ചിട്ട് ഒരു 1.5 ആഴ്ചയ്ക്ക് മുമ്പായിട്ടുണ്ട് കേട്ടോ. കാരണം ഈ ഒരു അടഞ്ഞ മഴ പിടിക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് 1-2 ദിവസം വെയിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഒരു സമയത്ത് പിടിച്ചു വെച്ച വീഡിയോ ആണ് കേട്ടോ. ഞാനിത് എഡിറ്റ് ചെയ്യാത്ത കാരണം കൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യാനും താമസിച്ചു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞ് വൈകുന്നേര സമയത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴി പഠിക്കുന്ന പുല്ലിന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഒക്കെ ഇങ്ങനെ പിടിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതൊന്നും അല്ല കേട്ടോ. നമുക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ചെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കൊടുത്തുന്നുള്ളൂ കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കാൻ വേറൊരു കാരണം കൂടെ ഉണ്ട്. നേരത്തേക്ക് കോഴീനെ രാവിലെ തന്നെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ കോഴി അതിലെങ്കിലൊക്കെ പോയി വൈകുന്നേരം ആകുമ്പോൾ വരുള്ളായിരുന്നു കേട്ടോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചുറ്റുവട്ടത്തിൽ എവിടെയും കോഴികളൊന്നുമില്ല. കോഴീനെയൊക്കെ പട്ടി പിടിച്ച് തീർന്നു. പിന്നെ ഇവിടെ കോഴി 3 മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ കോഴികൾ ഇതിലും പോകാറില്ല കേട്ടോ. വേറെ കോഴികൾ വരാത്ത കാരണം അങ്ങോട്ടേക്കും പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അങ്ങനെ കണ്ടപ്പോൾ പിടിച്ചെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ നമ്മൾ കുറച്ച് കുരുമുളക്, ഏലക്ക അങ്ങനത്തെയൊക്കെ പൊടിച്ചെടുത്ത് വയ്ക്കുന്ന സമയത്ത് നമ്മൾ വെയിലുള്ളപ്പോഴാണല്ലോ പൊടിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ നേരത്തെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. മഴയ്ക്ക് മുമ്പ് തന്നെ അതൊക്കെ ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ എനിക്കിന്ന് പൊടിക്കാൻ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പൊടിക്കാൻ എടുത്തേക്കുന്നത് ബദാം പരിപ്പാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്തിനാണ് ബദാം പരിപ്പ് പൊടിക്കണേ. കൊച്ചിനെ കഴിക്കാൻ കൊടുക്കാനായിട്ട് ഇങ്ങനെ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അവന് കടിച്ച് എവിടെയെങ്കിലുമൊക്കെ തുപ്പിക്കളയുള്ളൂ കേട്ടോ. അവന് വെറും 2 വയസ്സേ പ്രായമുള്ളൂ. പിന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് കൊടുത്തു കഴിഞ്ഞാലും അവന് അത്രയ്ക്ക് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ അത് നല്ല സാധനമായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് കൽക്കണ്ടത്തിൻ്റെ പൊടിയും കൂടെ ചേർത്താണ് കേട്ടോ പൊടിക്കാറ്. നല്ല ഫൈൻ പൗഡറായിട്ടൊന്നും അല്ല കൊടുക്കാറ്. പക്ഷെ എന്നാലും വായിലിട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കഷ്ണങ്ങൾ കടിക്കാനുണ്ടാകില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് കേട്ടോ പൊടിച്ച് കൊടുക്കാറ്. പിന്നെ കൽക്കണ്ടത്തിൻ്റെ പൊടി ഇതേ പൊടിച്ച് വെച്ചേക്കണം തന്നെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ബദാം പരിപ്പ് പൊടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ഈ പൊടിയും കൂടെ ചേർത്തെങ്ങാണ്ട് ഒന്ന് കറക്കി എടുത്തേ ഉള്ളൂ കേട്ടോ. ഇനി ഇത് രണ്ടും കൂടെ ഒരു ഉണങ്ങിയ ബോട്ടിലിട്ട് വെച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവന് ആവശ്യത്തിന് നമുക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ. അപ്പോൾ അത് വിചാരിച്ചാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും അവന് കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെയായിട്ട് ചെയ്യാറ്. ഇനി പൊടി തീരുന്ന സമയത്ത് അടുത്ത് പൊടിച്ച് അങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. അങ്ങനെ ഞാൻ പൊടിച്ച് വെച്ച ബദാം പരിപ്പ് ഇതേ ഞാൻ ഒരു ബോട്ടിലാക്കി വെച്ചു കേട്ടോ. ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാട്ടോ ഇട്ട് വെച്ചേക്കണത്. നമ്മൾ ഇട്ട് വെക്കുന്ന സമയത്ത് അതിനകത്ത് വെള്ളമൊന്നും ഇല്ലാതിരുന്നാൽ മതി. എത്ര നാൾ വേണമെങ്കിലും നമുക്കത് കേടുവരാതെ സൂക്ഷിക്കാം കേട്ടോ. ഇതിനി പുറത്തിരുന്നാലൊരു കുഴപ്പമില്ല കേട്ടോ. ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കണമെന്നൊന്നുമില്ല. ഫ്രിഡ്ജിലൊന്നും വെക്കാത്തന്നെ നമുക്ക് പുറത്ത് വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. പിന്നെ അതേ അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്ക പൊടിക്കാനാണ് കേട്ടോ. ഏലക്കയൊക്കെ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ഒന്ന് ചൂടാക്കിയാൽ കേട്ടോ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എത്ര പൊടിച്ചാലും ശരിയായിട്ട് പൊടിയൂല കേട്ടോ, ചതഞ്ഞിരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വെയിലത്ത് വെച്ചെങ്ങാണ്ട് ചൂടാക്കിയതിന് ശേഷമാണ് കേട്ടോ ഇതെടുത്ത് പൊടിക്കുന്നത്. അപ്പോൾ രാവിലെ നല്ല വെയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് എടുത്ത് വെയിലത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ബോട്ടിലേക്ക് വാരി വെച്ചതേ ഉള്ളൂ. എടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിച്ചത്. അങ്ങനെ ഇത് മുഴുവനായിട്ടും പൊടിക്കണില്ല, കുറച്ച് ഞാനോട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ അന്നേരം ഇടാനായിട്ട്. ഞാനിപ്പോൾ ഇത് കടയിൽ നിന്നും മേടിച്ച ഏലക്ക അല്ല കേട്ടോ. നമ്മൾ പറമ്പിൽ തന്നെ നട്ടു വളർത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വിഷം ഒന്നും ചേർക്കാതെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തേക്കണത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊലിയൊന്നും കളയണില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് അങ്ങ് പൊടിച്ചെടുക്കണം കേട്ടോ. ആദ്യം ഞാൻ പൊടിക്കാനായിട്ടുള്ളത് മുഴുവനും കൂടെ ഇട്ട് കഴിഞ്ഞെങ്ങാണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തപ്പോഴത്തേനും തൊണ്ടും അതെല്ലാം കൂടെ അയ്യങ്ങാണ്ട് മിക്സിയുടെ ജാറ് നിറഞ്ഞിരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊടിക്കാൻ ഇച്ചിരി പാടുപെട്ടു. അതുകൊണ്ട് ഞാനത് നേരെ പകുതിയാക്കിയെങ്ങാണ്ട് പകുതി മാറ്റി വെച്ചെങ്ങാണ്ട് പകുതി പൊടിച്ചതിന് ശേഷമാണ് കേട്ടോ ബാക്കി പകുതി പൊടിച്ചത്. 2 ട്രിപ്പായിട്ട് അത് പൊടിച്ചെടുത്തേ ഉള്ളൂ കേട്ടോ.
അങ്ങനെ അതേ ഞാൻ ഏലക്ക പൊടിച്ചെടുത്തിട്ടോ. ആദ്യത്തെ ട്രിപ്പ് പൊടിച്ചെടുത്തു, അതേപോലെ തന്നെ രണ്ടാമത്തെ ട്രിപ്പും അങ്ങനെ പൊടിച്ചെടുത്തു കേട്ടോ. നമുക്കിപ്പോൾ ഈ ഏലക്കാപ്പൊടി തന്നെ മതി, ഒരുപാട് നാളത്തേക്കുണ്ട് കേട്ടോ. ഇനി അടുത്ത മഴയ്ക്ക് മുമ്പ് എപ്പോഴെങ്കിലും വേണമെങ്കിൽ ഏലക്ക പൊടിച്ച് വെച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്നാലും കേടൊന്നും വരാണ്ട് തന്നെ ഒരുപാട് നാളിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന സമയത്താണെങ്കിലും ബോട്ടിൽ കുറേ സമയം ഒന്ന് തുറന്ന് വെക്കരുത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെ മണമൊക്കെ കുറേ കുറഞ്ഞു തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് നമുക്ക് ആവശ്യത്തിന് കുഞ്ഞ് ബോട്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് ബാക്കി നമ്മൾ വേറെ സൂക്ഷിച്ച് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഏലക്കാപ്പൊടി എടുക്കാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുത്തത് മുട്ടയുടെ തൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുട്ടയുടെ തൊണ്ട് ഞാൻ പൊടിക്കുന്നത് ഞാൻ ഇങ്ങനെ പൊടിച്ച് വെക്കാറില്ല കേട്ടോ. കാരണം കൊച്ചിന് കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടയുടെ തൊണ്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാൽസ്യം കൂട്ടിയെടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഇതിപ്പോൾ മുട്ടയുടെ തൊണ്ട് പൊടിച്ച് വെക്കുന്നത്. അപ്പോൾ ഒരു 2 ദിവസത്തെ മുട്ടയുടെ തൊണ്ട് ഞാൻ കഴുകി ഉണക്കി എടുത്ത് വെച്ചേക്കണയായിരുന്നു കേട്ടോ. അപ്പോൾ അത് പൊടിച്ചെടുക്കണയാണ്. അപ്പോൾ അത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ബദാം പരിപ്പും കൂടെ നേരത്തെ പൊടിച്ച് വെച്ചത്. അല്ലെങ്കിലും അവന് കൊടുക്കുന്ന സമയത്ത് ഞാൻ ബദാം പരിപ്പ് പൊടിച്ചിട്ടാണ് കൊടുക്കാറ്. അതാകുമ്പോൾ അവന് കഴിക്കാൻ മടിയില്ല, എവിടെയും കൊണ്ട് കളയുമില്ല. ഇതിപ്പോൾ മുട്ടയുടെ തൊണ്ട് പൊടിച്ച് കഴിഞ്ഞാൽ അവന് മുട്ടയുടെ തൊണ്ട് കൊടുക്കാൻ കാൽസ്യം കൂടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുട്ടയുടെ തൊണ്ട് കൊടുക്കാനായിട്ട് പറഞ്ഞത്. അപ്പോൾ ഞാനിതൊരു 1/2 സ്പൂൺ കൊടുക്കും, മറ്റേത് ഞാനൊരു 1/4 സ്പൂണും കൂടെ ചേർത്ത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ കൊടുക്കാറ്. പക്ഷേ ഞാൻ പൊടിച്ച് വെച്ച സമയത്ത് രണ്ടും 2 ബോട്ടിലാണ് ഇട്ട് വെച്ചത്. നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്തിട്ടാണ് കേട്ടോ കൊടുക്കാറ്. മുട്ടയുടെ തൊണ്ട് പൊടിച്ച് കഴിഞ്ഞു എന്ന് ഓർത്തും കണ്ട് നമുക്ക് ആ മുട്ടയുടെ ക്ലാവോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു മണമോ ഒന്നുമില്ല കേട്ടോ. ഇതിനൊരു പ്രത്യേക സ്മെല്ലോ അതല്ലെങ്കിൽ ഒരു രുചിയോ ഒന്നുമില്ല. അങ്ങനെ മുട്ടയുടെ തൊണ്ടും പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ പൊടിക്കാനായിട്ട് എടുത്തേക്കുന്നത് കുരുമുളകാണ് കേട്ടോ. അപ്പോൾ കുരുമുളകിൻ്റെ പൊടി തീർന്നിട്ട് ഒരാഴ്ചയോളമായിട്ടോ, എന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ കുരുമുളക് പൊടിച്ച് വെക്കുന്നത്. അപ്പോൾ കുരുമുളകിൻ്റെ ആ പൊടി തീർന്ന സമയത്ത് പൊടിക്കാൻ മടിയായതുകൊണ്ട് അങ്ങനെ വെച്ചുകൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഒരെണ്ണമായിട്ട് പൊടിക്കണ്ടല്ലോ, ഇപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചായി കഴിഞ്ഞപ്പോൾ അത്രയ്ക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ച് പൊടിക്കാനായിട്ട്. അപ്പോൾ ഇതും കുരുമുളകും ഞാൻ വെയിലത്ത് വെച്ചൊന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏലക്കായും കുരുമുളകും കൂടെ ഒരുമിച്ചാണ് ഞാൻ ചൂടാവാനായിട്ട് വെയിലത്തേക്ക് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് രണ്ടും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. കുരുമുളകും ഞാൻ കുറച്ചധികം തന്നെ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ 2-3 ട്രിപ്പായിട്ടാണ് കേട്ടോ പൊടിച്ചെടുത്തത്. അങ്ങനെ അതേ പൊടിക്കാനുള്ളതെല്ലാം ഞാൻ പൊടിച്ചെടുത്ത് വെച്ചു കേട്ടോ. ഏലക്ക പൊടിച്ചു, കുരുമുളകും പൊടിച്ചു, അതേപോലെ തന്നെ മുട്ടയുടെ തൊണ്ടും പൊടിച്ച് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ ആദ്യം പൊടിച്ചെടുത്ത ബദാം പരിപ്പ് ഞാൻ നേരത്തെ തന്നെ ബോട്ടിലിട്ട് വെച്ചായിരുന്നു കേട്ടോ. പിന്നെ ഇത് 3 മാത്രമേ ബോട്ടിലാക്കി വെക്കാത്തുള്ളൂ. പിന്നെ അതേ മുട്ടയുടെ തൊണ്ട്. അപ്പോൾ ഈ ബോട്ടിലൊരു കായപ്പൊടിൻ്റെ ബോട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ കായപ്പൊടി തീർന്ന സമയത്ത് നല്ലൊരു ബോട്ടിലായതുകൊണ്ട് തന്നെ കളയാൻ തോന്നാതെ ഞാൻ കഴുകി ഉണക്കി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഇപ്പോഴാട്ടോ അതിനോടൊരു ആവശ്യം വന്നത്. അങ്ങനെ അതേ മുട്ടയുടെ തൊണ്ട് ഞാൻ പൊടിച്ചത് ആ പൊടി അതിൻ്റെ അകത്തേക്ക് ഇട്ട് വെച്ചു കേട്ടോ. പിന്നെ അത് അടുത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്കപ്പൊടി എടുത്ത് വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ ഏലക്കപ്പൊടി ഇട്ട് വെച്ചുകൊണ്ടിരുന്ന ബോട്ടിൽ തന്നെയാണ് ഏലക്കപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ തീർന്നതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ രണ്ടും ഒരുമിച്ച് തന്നെ പൊടിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇനി ഈ ഒരു ബോട്ടിലേക്ക് തന്നെ ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് വയ്ക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാൻ പൊടിച്ചെടുത്തേക്കണ ഏലക്കാപ്പൊടി ഉണ്ടല്ലോ ഈ ഒരു ബോട്ടിൽ നിറച്ചുകൊണ്ട് കേട്ടോ. അങ്ങനെ അത് ഒരുപാട് നാളത്തേക്കുള്ള ഏലക്കാപ്പൊടി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ എത്ര വേണമെങ്കിലും നമുക്ക് ഇത് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സമയം തുറന്നു വെക്കാതിരുന്നാൽ മതി. അതിൻ്റെ മണമൊന്നും പോകാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളത്തേക്ക് അത് തന്നെ മതി കേട്ടോ. അങ്ങനെ അതേ ഏലക്കാപ്പൊടി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഞാൻ എടുത്തിരിക്കുന്നത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ. അപ്പോൾ നേരത്തെ ഞാൻ ചെറിയൊരു ബോട്ടിലായിരുന്നു ഇട്ട് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് കൂടുതൽ പൊടിച്ചതുകൊണ്ട് കുറച്ചും കൂടെ വലിയ ബോട്ടിലെടുത്താണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിറച്ചൊന്നുമില്ല, ഇതിൻ്റെ അകത്തൊരു പകുതിയൊക്കെ കാണുള്ളൂ കേട്ടോ. ഇട്ട് നോക്കിയാലേ അറിയാവുള്ളൂ എത്ര വരെ ഉണ്ടെന്ന്. കുരുമുളക് പൊടി നമുക്ക് പിന്നെ എപ്പോഴും ആവശ്യം ഉണ്ടാകും. നമ്മൾ ചിക്കനാണെങ്കിലും മീനാണെങ്കിലും ഒക്കെ നമുക്ക് എല്ലാത്തിനും കുരുമുളക് പൊടി നമുക്ക് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി അധികം പൊടിച്ച് വെച്ചാലും കുഴപ്പമില്ലല്ലോ. പിന്നെ നമുക്ക് തീർന്നന്ന് വീണ്ടും പൊടിക്കാമല്ലോ. അങ്ങനെ ഈ ഒരു ബോട്ടിൽ പകുതി ബോട്ടിലേ ഉള്ളൂ കേട്ടോ കുരുമുളക് പൊടി. ഇനിയിപ്പോൾ അടുത്ത കാലത്തൊന്നും നോക്കണ്ട കേട്ടോ. ഈ മഴക്കാലം തീരുന്ന അത്രയും നാളത്തേക്ക് ഉള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് അടുത്ത് പൊടിച്ച് വെച്ചാൽ മതിയല്ലോ.
അങ്ങനെ അതേ ഏലക്കാപ്പൊടി കുരുമുളക് പൊടി അങ്ങനെ എല്ലാം ഞാൻ പാക്ക് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി നമുക്ക് കുറച്ച് വേറൊരു പണിയും കൂടി ഉണ്ട്. പഞ്ചസാര, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പഞ്ചസാര പൊടിച്ചെടുത്ത് വെച്ചേക്കണല്ല, കടയിൽ നിന്ന് മേടിച്ച് കൊണ്ടുവന്ന് വെച്ചേക്കണയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ബോട്ടിൽ നേരത്തെ ഞാൻ വേറൊരു ബോട്ടിലായിട്ട് വെച്ചത്. അപ്പോൾ ഈ ഒരു ബോട്ടിലേക്ക് മേടിച്ച് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ ബോട്ടിലേക്ക് മാറ്റി കേട്ടോ. കാണാനും നല്ലൊരു ഭംഗിയുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ വീഡിയോയിൽ പിടിച്ചതന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം തന്നെ ബോട്ടിലാക്കി വെച്ചു കേട്ടോ. മുളക് പൊടി മല്ലിപ്പൊടി നമ്മൾ കടയിൽ നിന്ന് മേടിച്ചേക്കണല്ല കേട്ടോ, കഴുകി പൊടിച്ചെടുത്തേക്കണയാണ് കേട്ടോ. അപ്പോൾ അത് വെയിലുള്ളപ്പോൾ തന്നെ കഴുകി ഉണക്കി പൊടിച്ചെടുത്തേക്കണയാണ് കേട്ടോ. ബോട്ടിലിൽ ഇപ്പോൾ ആക്കിയേ ഉള്ളൂ. മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടിയും, കുരുമുളക് പൊടി, ഏലക്കാപ്പൊടി അങ്ങനെയുള്ളതൊക്കെ നമുക്ക് പൊടിക്കാനും ബുദ്ധിമുട്ടാണ്. കഴുകി ഉണക്കാൻ വെയിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എല്ലാം നേരത്തെ തന്നെ ചെയ്ത് വെച്ചു കേട്ടോ. പിന്നെ ഞാൻ പഞ്ചസാര ഇട്ട് വെച്ച ബോട്ടിലും മുളക് പൊടി ഇട്ട് വെച്ച ബോട്ടിലും ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ മേടിച്ച് കൊണ്ടുവന്നതാണ് കേട്ടോ. കടയിൽ ഇരിക്കുന്നുണ്ട് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയും രണ്ടും മേടിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ അകത്തൊക്കെ ഈ അക്വേറിയൊക്കെ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ നല്ലതൊരു ബോട്ടിലായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്നും സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ഇരുത്തൂല. അതുകൊണ്ട് തന്നെ ഞാൻ അത് പഞ്ചസാരയും ഇതൊക്കെ ഇട്ട് വെക്കാനായിട്ട് ബോട്ടിലെടുത്തേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.